ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ യാൺ ടു മാസ്റ്റർ പീസ്. ഇത് നമ്മുടെ ക്രോഷ്യ ബണ്ണിയുടെ സെക്കൻഡ് പാർട്ടാട്ടോ. ഫസ്റ്റ് പാർട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇത് ടോട്ടൽ 8 റൗണ്ട്സ് ചെയ്തെടുത്തു. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ, അങ്ങനെ ടോട്ടൽ 8 റൗണ്ട്സ് ഫിനിഷ് ചെയ്തു. 4, 5, 6, 7, 8 റൗണ്ട്സ്. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ട് തൊട്ട് ഡിക്രീസ് ചെയ്യണം. അപ്പം നിങ്ങൾ എൻ്റെ ഒപ്പം ചെയ്തു പോകണം കേട്ടോ. ഇവിടെ നിന്ന് സ്റ്റാർട്ടിങ്ങിന് 8 സ്റ്റിച്ചസിൽ നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങ് ചെയ്തു പോവാം. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3, സിംഗിൾ ക്രോഷ്യ 4, single crochet 5, 6, 7 and 8. ഈ നെക്സ്റ്റ് സ്റ്റിച്ച് നമുക്ക് ഡിക്രീസ് ചെയ്യണം. ഒരു പ്രാവശ്യമേ ഉള്ളൂ. സിംഗിൾ ക്രോഷ്യ ടുഗദർ, സിംഗിൾ ക്രോഷ്യ 1 ടുഗദർ. ഇനി ഇവിടെ നിന്ന് നെക്സ്റ്റ് 17 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തു പോവാം. കറക്റ്റായിട്ട് കൗണ്ട് ചെയ്ത് പോകണ്ടോ. 17 സ്റ്റിച്ച് സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3, സിംഗിൾ ക്രോഷ്യ 4, അങ്ങനെ ടോട്ടൽ 17 സ്റ്റിച്ചസിൽ നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 17 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രോഷ്യ ചെയ്തു. നെക്സ്റ്റ് വണ്ണിലൊരു സിംഗിൾ ക്രോഷ്യ ടുഗദർ ആട്ടോ. സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഇനി റിമൈനിങ് 11 സ്റ്റിച്ചസ് ആണുള്ളത്. അതിലോട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങ് ചെയ്തു പോവാം. സിംഗിൾ ക്രോഷ്യ 1, 2, അങ്ങനെ നമുക്ക് ഇവിടെ വരെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ റൗണ്ടിന് എൻഡിലെത്തി. അഗെയിൻ നമ്മുടെ സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുത്തു. ഈ റൗണ്ടിൽ എനിക്ക് 38 സ്റ്റിച്ചസ് ഉണ്ടായിരുന്നു. നമുക്ക് റൗണ്ട് 10 സ്റ്റാർട്ട് ചെയ്യാം. റൗണ്ട് 10 സ്റ്റാർട്ട് ചെയ്യാൻ ഫസ്റ്റ് 8 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 1, 2, 3, 4, 5, 6, 7 and 8. നെക്സ്റ്റ് വൺ ഒരു ഡിക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഈ നെക്സ്റ്റ് 15 സ്റ്റിച്ചസ് തെറ്റിപ്പോരുത്. 15 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തു പോവാം. 1, 2, അങ്ങനെ 15 സ്റ്റിച്ചസിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 15 സിംഗിൾ ക്രോഷ്യസ് ചെയ്തു. നെക്സ്റ്റ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഈ ബാക്കി 11 സ്റ്റിച്ചസ് ആണുള്ളത്. ഈ 11 സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങ് ചെയ്തു പോവാം. ഈ ഒരു റൗണ്ടിൽ ടോട്ടൽ 36 സ്റ്റിച്ചസ് ഉണ്ടാവും കേട്ടോ. ഇതുപോലെ ഇവിടെ വരെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൽ എൻഡിലെത്തി. നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. റൗണ്ട് 11. നെക്സ്റ്റ് 33 സ്റ്റിച്ചസിൽ നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങ് ചെയ്തു പോവാം. അതിൻ്റെ ഇടയ്ക്കുള്ള ഡിക്രീസ് ഒന്നുമില്ല. ജസ്റ്റ് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ, അങ്ങനെ ടോട്ടൽ 34 സ്റ്റിച്ചസിൽ നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്തു പോവാം. ഞാനിപ്പോൾ 34 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി ബാക്കി 2 എണ്ണമാണുള്ളത്. ഇതിലൊരു സിംഗിൾ ക്രോഷ്യ ടുഗദറാണ് നമ്മൾ ചെയ്യേണ്ടത്. സിംഗിൾ ക്രോഷ്യ 1 ടുഗദർ. നെക്സ്റ്റ് റൗണ്ട് ഇതുപോലെ തന്നെ സെയിം ആണ്. പക്ഷെ നെക്സ്റ്റ് റൗണ്ടിൽ 33 സ്റ്റിച്ചസ് ഉള്ളൂ. 33 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് വൺ ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഇതുപോലെ ഇവിടെ വരെ ചെയ്തെടുക്കാം. 33 സ്റ്റിച്ചസ്. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൽ 33 സ്റ്റിച്ചസ് ചെയ്തു. ഇനി ബാക്കി 2 എണ്ണമാണുള്ളത്.
ഇതിലോട്ട് ലാസ്റ്റ് വൺ ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഇനി നമുക്ക് റൗണ്ട് 13 ചെയ്യാം. റൗണ്ട് 13 എൻ്റെ ഒപ്പം ചെയ്തു പോകണം കേട്ടോ. നെക്സ്റ്റ് 7 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തു പോവാം. സിംഗിൾ ക്രോഷ്യ 1 2 3 4 5 6 and 7. നെക്സ്റ്റ് വണ്ണിൽ ഡിക്രീസ് ആണ് സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഇനി നമുക്ക് നെക്സ്റ്റ് 15 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സിംഗിൾ ക്രോഷ്യ 1 സിംഗിൾ ക്രോഷ്യ 2 അങ്ങനെ നമുക്ക് 15 സ്റ്റിച്ചസിൽ, അതായത് ഇവിടെ വരെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് 15 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രോഷ്യ ചെയ്തു. നെക്സ്റ്റ് വൺ ഒരു ഡിക്രീസ് ആണ് 1 സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഈ ബാക്കി 8 സ്റ്റിച്ചസ് ആണ് ഉള്ളത്. അതിലോട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങ് ചെയ്തു പോകാം. സിംഗിൾ ക്രോഷ്യ 1 സിംഗിൾ ക്രോഷ്യ 2 അങ്ങനെ ഞാൻ 8 എണ്ണത്തിൽ ചെയ്തു. സ്റ്റിച്ച് മാർക്കർ തിരിച്ചിട്ടു. ഇനി നമുക്ക് റൗണ്ട് 14 ചെയ്യാം. അത് ഈസിയാണ്. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങ് ചെയ്തു പോകാം. ടോട്ടൽ 32 സ്റ്റിച്ചസ് ഉണ്ട് ഈ ഒരു റൗണ്ടിൽ. ഇതിൽ ഇൻക്രീസോ ഡിക്രീസോ ഒന്നുമില്ല. ഫുൾ ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങനെ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വരെ ചെയ്തെടുക്കാം. 32 സിംഗിൾ ക്രോഷ്യ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. ഇനി നമുക്ക് റൗണ്ട് 15 ചെയ്യാം. റൗണ്ട് 15 ചെയ്യാനായിട്ട് ഫസ്റ്റ് 7 സ്റ്റിച്ചസിൽ നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സിംഗിൾ ക്രോഷ്യ 1 2 3 4 5 6 and 7. നെക്സ്റ്റ് വണ്ണിൽ ഒരു ഡിക്രീസ് ആണ് സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഈ നെക്സ്റ്റ് 14 സ്റ്റിച്ചസിൽ നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സിംഗിൾ ക്രോഷ്യ 1 2 അങ്ങനെ 14 സ്റ്റിച്ചസിൽ, അതായത് ഇവിടെ വരെ എത്തും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 14 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രോഷ്യ ചെയ്തു. നെക്സ്റ്റ് വൺ ഒരു ഡിക്രീസ് ആണ് സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഇനി റിമൈനിങ് 7 സ്റ്റിച്ചസ് ആണുള്ളത്. ഈ 7 സ്റ്റിച്ചസിൽ നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങ് ചെയ്ത് ഫിനിഷ് ചെയ്യാം. ഫോർ 5 6 ലാസ്റ്റ് വൺ ഈ സ്റ്റിച്ച് മാർക്കറിലോട്ട് 7. ഈ റൗണ്ടിൽ നമുക്ക് 30 സ്റ്റിച്ചസ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് റൗണ്ട് 16, അതിലും ഡിക്രീസ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് 7 സ്റ്റിച്ചസിൽ നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സിംഗിൾ ക്രോഷ്യ 1 2 3 4 5 6 and 7. നെക്സ്റ്റ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഈ നെക്സ്റ്റ് 12 സ്റ്റിച്ചസിൽ നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തു പോവാം. സിംഗിൾ ക്രോഷ്യ 1 അങ്ങനെ ഇവിടെ വരെ 12 സ്റ്റിച്ചസിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 12 സ്റ്റിച്ചസിൽ ചെയ്തെടുത്തു. നെക്സ്റ്റ് വണ്ണിൽ ഒരു ഡിക്രീസ് ആണ് ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഇനി ബാക്കി 7 സ്റ്റിച്ചസ് ആണുള്ളത്. ഇതിലോട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഈ ഒരു റൗണ്ടിൽ ടോട്ടൽ 28 സ്റ്റിച്ചസ് ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ വരെ ചെയ്ത് കഴിഞ്ഞാൽ 7 ആവും. ഈ റൗണ്ട് ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് റൗണ്ട് 17. റൗണ്ട് 17 ഈസിയാണ്. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങനെ ടോട്ടൽ 28 സ്റ്റിച്ചസ് ഉണ്ട്. ഇനി ഈ ഒരു റൗണ്ട് ഫുൾ നമുക്ക് ഇവിടെ വരെ ചെയ്തെടുക്കാം. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ.
ഞാനിപ്പോൾ റൗണ്ട് 17 ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് റൗണ്ട് 18 ആണ്. റൗണ്ട് 18 ചെയ്യാനായിട്ട് ഫസ്റ്റ് 5 സ്റ്റിച്ചസിൽ നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3 4 5. നെക്സ്റ്റ് വണ്ണിലൊരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഇങ്ങനെ നമുക്ക് ടോട്ടൽ 4 ടൈംസ് ചെയ്തെടുക്കണം. 5 സിംഗിൾ ക്രോഷ്യ ചെയ്യുക, അത് കഴിഞ്ഞൊരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. 3 4 ആൻഡ് 5. നെക്സ്റ്റ് ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഇങ്ങനെ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഈ റൗണ്ടിൽ ടോട്ടൽ 24 സ്റ്റിച്ചസ് ഉണ്ട്. ഞാനിപ്പോൾ ഈ റൗണ്ടിൻ്റെ അഞ്ചിലെത്തിട്ടോ. നെക്സ്റ്റ് റൗണ്ട് 19. റൗണ്ട് 19 ജസ്റ്റ് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ, അങ്ങനെ ടോട്ടൽ 24 സിംഗിൾ ക്രോഷ്യ. ഈ റൗണ്ടിൽ ഡിക്രീസ് ഒന്നുമില്ല. ഇതുപോലെ ഈ ഒരു റൗണ്ട് ഫുൾ നമുക്ക് ചെയ്തെടുക്കാം. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ ഇവിടെ വരെ ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു റൗണ്ടിൻ്റെ അഞ്ചിലെത്തി. നെക്സ്റ്റ് റൗണ്ട് 20 ചെയ്യാം. റൗണ്ട് 20 ചെയ്യാനായിട്ട് ഫസ്റ്റ് 4 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 1 2 3 ആൻഡ് 4. അത് കഴിഞ്ഞ് ഒരു ഡിക്രീസ് സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ റൗണ്ട് ചെയ്തെടുക്കാം. 4 ടൈംസ് ഇങ്ങനെ ചെയ്തെടുക്കണം. സിംഗിൾ ക്രോഷ്യ 1 2 3 ആൻഡ് 4. നെക്സ്റ്റ് ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഈ ഒരു റൗണ്ടിൽ ടോട്ടൽ 20 സ്റ്റിച്ചസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് എൻഡിലെത്തി. ഇത് നമ്മുടെ ഈ ബോഡി പാർട്ടിലെ ലാസ്റ്റ് റൗണ്ടാണ്. റൗണ്ട് 21. ഫസ്റ്റ് 3 സ്റ്റിച്ചസിൽ നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. നെക്സ്റ്റ് വൺ ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഈ ഒരു പാറ്റേണിൽ ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ടോട്ടൽ 16 സ്റ്റിച്ചസ് ഉണ്ട് കേട്ടോ ഈ ഒരു റൗണ്ടിൽ. 3 സിംഗിൾ ക്രോഷ്യ, അത് കഴിഞ്ഞൊരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് എൻഡിലെത്തി. നെക്സ്റ്റ് വണ്ണിൽ ജസ്റ്റ് ഒന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഒരു ലെങ്ത്തിൽ നമ്മുടെ യാൺ കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് ഇതിൻ്റെ നെക്ക് കണക്ട് ചെയ്യാൻ കുറച്ച് യാൺ വേണം. ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ ഫൈബർ ഫില്ലിങ് നിറച്ച് കൊടുക്കണം. ഫുള്ള് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് ഇവിടെ റെഡിയായി. ഇനി നമുക്കിതിന് ഒരു ഇയറും 2 ഇയറും 2 ഹാൻഡ്സും ഒരു ടെയിലും ഒരു നോസും കൂടി ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ടെയിൽ ഉണ്ടാക്കാം. മാജിക് റിങ് എടുക്കുക. 6 സിംഗിൾ ക്രോഷ്യ, ചെയിൻ 1 ഇടുക, സിംഗിൾ ക്രോഷ്യ 1 2 3 4 5 6. നെക്സ്റ്റ് റൗണ്ട് 2 ചെയ്യാനായിട്ട് ഓരോ സ്റ്റിച്ചസിലും 2 സിംഗിൾ ക്രോഷ്യ വീതം. സിംഗിൾ ക്രോഷ്യ 1 സെയിം സ്പേസിൽ തന്നെ സിംഗിൾ ക്രോഷ്യ 2. നെക്സ്റ്റ് വണ്ണിൽ ഇതുപോലെ തന്നെ സിംഗിൾ ക്രോഷ്യ 1 single crochet 2, 6i 7
8 9 10 11 12. റൗണ്ട് 2 ഫിനിഷായി. റൗണ്ട് 3 ചെയ്യാനായിട്ട് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ, അത്രയേ ഉള്ളൂ. ഇൻക്രീസ് ഇല്ല. 1 2 3 അങ്ങനെ ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യേസ് നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. നെക്സ്റ്റ് ഒരു റൗണ്ടും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ തന്നെ. അങ്ങനെ ടോട്ടൽ 12 സ്റ്റിച്ചസ്. ഇവിടെ വരെ 12 സിംഗിൾ ക്രോഷ്യ നമുക്ക് ചെയ്തെടുക്കാം. നെക്സ്റ്റ് റൗണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ റൗണ്ട് ഡിക്രീസ് മാത്രമേ ഉള്ളൂ. സിംഗിൾ ക്രോഷ്യ ടുഗദർ. അങ്ങനെ നമുക്ക് ടോട്ടൽ 6 ടൈംസ് ചെയ്തെടുക്കണം. സിംഗിൾ ക്രോഷ്യ ടുഗദർ മാത്രം. 1 2 അങ്ങനെ 6 ടൈംസ് നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് 6 ടൈംസ് ചെയ്തു. നെക്സ്റ്റ് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. എന്നിട്ട് ഇച്ചിരി ഒരു ലെങ്ത്തിൽ നമുക്ക് ഈ ഒരു യാൺ കട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ബെയറിൻ്റെ ടെയില് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ആംസ് ചെയ്തെടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ മാജിക് റിംഗ് ഇടുക. ചെയിൻ 1 6 സിംഗിൾ ക്രോഷ്യ 2 3 4 5 6. റൗണ്ട് 2 ചെയ്യാനായിട്ട് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ ഓരോ സ്റ്റിച്ചസിലും 2 സിംഗിൾ ക്രോഷ്യ. സിംഗിൾ ക്രോഷ്യ 1 സിംഗിൾ ക്രോഷ്യ 2. അങ്ങനെ ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യ ഉണ്ട് ഈ ഒരു റൗണ്ടിൽ. സിംഗിൾ ക്രോഷ്യ 1 സിംഗിൾ ക്രോഷ്യ 2. അങ്ങനെ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. നമുക്ക് റൗണ്ട് 3 സ്റ്റാർട്ട് ചെയ്യാം. റൗണ്ട് 3 ചെയ്യാനായിട്ട് നെക്സ്റ്റ് 5 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 1 സിംഗിൾ ക്രോഷ്യ 2 സിംഗിൾ ക്രോഷ്യ 3 സിംഗിൾ ക്രോഷ്യ 5. നെക്സ്റ്റ് ഇൻക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സെയിം സ്പേസിൽ തന്നെ സിംഗിൾ ക്രോഷ്യ 2. അഗെയിൻ നെക്സ്റ്റ് 5 സ്റ്റിച്ചസിൽ നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സിംഗിൾ ക്രോഷ്യ 1 2 3 4 5. നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഇതിലോട്ട് 2 സിംഗിൾ ക്രോഷ്യ 1 സിംഗിൾ ക്രോഷ്യ 2. ഇനി നെക്സ്റ്റ് റൗണ്ട് 4 ആൻഡ് 5 സെയിം ആണ്. ഇൻക്രീസ് ഒന്നുമില്ല. ജസ്റ്റ് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. ടോട്ടൽ 14 സിംഗിൾ ക്രോഷ്യ ഉണ്ട് ഈ ഒരു 2 റൗണ്ട്സിൽ. പിന്നെ നമുക്ക് റൗണ്ട് 4 ആൻഡ് റൗണ്ട് 5 ചെയ്തെടുക്കാം.
ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. ഞാനിപ്പോൾ റൗണ്ട് 4 and 5 ചെയ്തു. ഇനി നമുക്ക് റൗണ്ട് 6 ചെയ്യാം. നെക്സ്റ്റ് 5 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3, 4 and 5. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഡിക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ ടുഗദർ. അഗെയിൻ നെക്സ്റ്റ് 5 സ്റ്റിച്ചസിൽ നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സിംഗിൾ ക്രോഷ്യ 1, 2, 3, 4, 5. ലാസ്റ്റ് 2 സ്റ്റിച്ചസിൽ ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഈ റൗണ്ട് 7 and 8 സെയിം ആണ്. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ, ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യ. റൗണ്ട് 7 and 8 നമുക്ക് ഈ ഒരു പാറ്റേണിൽ ഫുൾ ചെയ്തെടുക്കാം. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. ഞാനിപ്പോൾ 7 and 8 ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് റൗണ്ട് 9 ചെയ്യാം. റൗണ്ട് 9 ചെയ്യാനായിട്ട് ഫസ്റ്റ് 5 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 1, 2, 3, 4, 5. നെക്സ്റ്റ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഇനി ബാക്കി ഇതിലുള്ളത് 5 സ്റ്റിച്ചസ് ആണ്. ഈ 5 സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. സിംഗിൾ ക്രോഷ്യ 1, 2, 3, 4, ലാസ്റ്റ് വണ്ണിൽ 5. ഈ ഒരു റൗണ്ടിൽ ടോട്ടൽ 11 സ്റ്റിച്ചസ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് റൗണ്ടും കൂടി നമുക്ക് ഡിക്രീസ് ചെയ്യണം. റൗണ്ട് 10 ഫസ്റ്റ് 4 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3 and സിംഗിൾ ക്രോഷ്യ 4. നെക്സ്റ്റ് വൺ ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഈ ബാക്കി 4 സ്റ്റിച്ചസ് ആണുള്ളത്. അതിലോട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ. സിംഗിൾ ക്രോഷ്യ 1, 2, 3 and 4. ഈ റൗണ്ട് 11 till 19. റൗണ്ട് 11, 12, 13, 14, 15, 16, 17, 18, 19. ഓരോ സ്റ്റിച്ചസിലും നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തു പോകണം. വേറെ ഇൻക്രീസോ ഡിക്രീസോ ഒന്നുമില്ല. ജസ്റ്റ് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. അങ്ങനെ റൗണ്ട് 11 തൊട്ട് 19 വരെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഹാൻഡ് പാർട്ട് ഞാൻ ഫുൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫൈബർ ഫില്ല് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ 1 more ഹാൻഡ് സെയിം പാറ്റേണിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇയേഴ്സ് ചെയ്യാം. ഇയേഴ്സ് ചെയ്യാനായിട്ട് മാജിക് റിംഗ് ഇടാം. ചെയിൻ 1. ഇതിൻ്റെ ഉള്ളിലോട്ട് 5 സിംഗിൾ ക്രോഷ്യ. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, 3, 4 and 5. നമ്മൾ 5 എണ്ണം ചെയ്യുന്നുള്ളൂ. മുന്നേ ചെയ്തതുപോലെ 6 എണ്ണം ഇല്ല കേട്ടോ. സ്റ്റിച്ച് മാർക്കർ ഇടാം. ഇനി ഓരോ സ്റ്റിച്ചസിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ ചെയ്തു പോവാം. ടോട്ടൽ 10 സിംഗിൾ ക്രോഷ്യ. സിംഗിൾ ക്രോഷ്യ 1, സെയിം സ്പേസിൽ തന്നെ സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. ഇങ്ങനെ നമുക്ക് ടോട്ടൽ 10 സിംഗിൾ ക്രോഷ്യ ചെയ്യണം.
ലാസ്റ്റ് 9 and 10 സ്റ്റിച്ച് മാർക്കറിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് റൗണ്ട് 3 സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് 4 സ്റ്റിച്ചസിൽ നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സിംഗിൾ ക്രോഷ്യ 1, നെക്സ്റ്റ് വണ്ണിൽ സിംഗിൾ ക്രോഷ്യ 2, തേർഡ് വണ്ണിൽ സിംഗിൾ ക്രോഷ്യ, ഫോർത്ത് വണ്ണിലും സിംഗിൾ ക്രോഷ്യ, ഫിഫ്ത്ത് വണ്ണിൽ ഇൻക്രീസ് ആണ് സിംഗിൾ ക്രോഷ്യ 1, സെയിം സ്പേസിൽ തന്നെ സിംഗിൾ ക്രോഷ്യ 2. അഗെയിൻ നെക്സ്റ്റ് 4 സ്റ്റിച്ചസിൽ നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 1, 2, 3 and 4. ലാസ്റ്റ് വണ്ണിൽ ഇൻക്രീസ് ആണ് സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. ഈ റൗണ്ടിൽ നമുക്ക് ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യസ് ഉണ്ടായിരുന്നു. ഈ റൗണ്ട് 4 to 11 ഓരോ സ്റ്റിച്ചസിൽ നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങ് ചെയ്തു പോകണം. റൗണ്ട് 4, 5, 6, 7. റൗണ്ട് 4 to 7 ഇതുപോലെ നമുക്ക് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങ് ചെയ്തു പോവാം. റൗണ്ട് 4 to 7. ഞാനിപ്പോൾ റൗണ്ട് 7 വരെ ഫിനിഷ് ചെയ്തെടുത്തു. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. ഈ റൗണ്ട് 8 ചെയ്യാം. റൗണ്ട് 8 ഡിക്രീസ് ആണ്. ഫസ്റ്റ് 2 സ്റ്റിച്ചസിൽ നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. നെക്സ്റ്റ് വൺ ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. അഗെയിൻ നെക്സ്റ്റ് 2 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. നെക്സ്റ്റ് 2 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഈ റൗണ്ടിൽ നമുക്ക് ടോട്ടൽ 9 സ്റ്റിച്ചസ് ഉണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് റൗണ്ട് 9 and 10 ഇൻക്രീസ് ഒന്നുമില്ല. ജസ്റ്റ് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. റൗണ്ട് 9ഉം റൗണ്ട് 10ഉം ടോട്ടൽ 9 സ്റ്റിച്ചസ്. ഇതുപോലെ റൗണ്ട് 9ഉം റൗണ്ട് 10ഉം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. ഇച്ചിരി ഒരു ലെങ്ത്തിൽ നമുക്ക് ഈ ഒരു ടെയിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കാം. സെയിം തന്നെ കേട്ടോ. ഇനി നമുക്കിതിൻ്റെ നോസ് ചെയ്തെടുക്കാം. നോസ് ചെയ്യാനായിട്ട് അഗെയിൻ ഒരു മാജിക് റിങ് ഇടുക. ചെയിൻ 1, ഈ സിംഗിൾ ക്രോഷ്യ 6, സിംഗിൾ ക്രോഷ്യ 1, 2, 3, 4, 5 and 6. സിംഗിൾ ക്രോഷ്യ നമ്മൾ ചെയ്തെടുത്തു. ഇനി നമ്മൾ നെക്സ്റ്റ് റൗണ്ട് 2 ഓരോ സ്റ്റിച്ചസിലും 2 സിംഗിൾ ക്രോഷ്യ വീതം. സിംഗിൾ ക്രോഷ്യ 1, സെയിം സ്പേസിൽ തന്നെ സിംഗിൾ ക്രോഷ്യ 2. അങ്ങനെ ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. സ്റ്റിച്ച് മാർക്കർ വരെ നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യ ചെയ്തു. നെക്സ്റ്റ് റൗണ്ട് 3 ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. അത്രയേ ഉള്ളൂ, ഇൻക്രീസ് ഇല്ല. ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യ. ലാസ്റ്റ് വൺ ഈ ഒരു സ്റ്റിച്ച് മാർക്കറിലിട്ട് കൊടുക്കാം. സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. നമ്മുടെ ഞാൻ കട്ട് ചെയ്യാം. ഇച്ചിരി ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്യണം കേട്ടോ.
അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് പാർട്ട് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിത് എങ്ങനെ അസംബിൾ ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഒരു സ്കാർഫും കൂടെ ഉണ്ടാക്കണം. സ്കാർഫ് ഉണ്ടാക്കാൻ സെയിം തന്നെ ഒരു സ്ലിപ്പ് നോട്ട് ഇടാം. ഇനി നമുക്ക് ചെയിൻസ് ചെയ്യണം. ചെയിൻ 1 2 3 4 5. ഞാനിപ്പോൾ ടോട്ടൽ 40 ചെയിൻസ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഡബിൾ ക്രോഷിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത്ര നേരം ചെയ്ത് ഫുൾ സിംഗിൾ ക്രോഷി ആയിരുന്നു. ഇനി ഇവിടുന്ന് തേർഡ് ചെയിനിലോട്ട് ഒരു ഡബിൾ ക്രോഷി. അങ്ങനെ ഓരോ ചെയിൻസിലും ഓരോ ഡബിൾ ക്രോഷി അങ്ങ് ചെയ്തു പോവാം. ഇതുപോലെ ഇതിൻ്റെ എൻഡ് വരെ ചെയ്തെടുക്കണം. അങ്ങനെ ഈ ഒരു ചെയിൻസിൻ്റെ എൻഡ് വരെ ഓരോ ചെയിൻസിലും ഓരോ ഡബിൾ ക്രോഷി ചെയ്തു പോവാം. ഞാനിപ്പോൾ ഇതിൻ്റെ എൻഡ് വരെ ചെയ്തു. ജസ്റ്റ് ഇതിനുള്ളിലോട്ട് കടത്തി ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്കാർഫ് ഫിനിഷ്ഡായി. ഈ ഷോൾ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ.